നമ്മുടെ ജയിൽ നോമിനേഷനിൽ സാബുമാനെ നിർത്തി പൊരിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോള്. സാബുമാൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. സാബുമാൻ കാരണമാണ് കിച്ചണിൽ ആദ്യം അടി തുടങ്ങിയെന്ന് അനുമോള് പറഞ്ഞു. പയറിൻ്റെ പ്രശ്നത്തിൽ ഈക്വലി കൊടുക്കും, പക്ഷേ അവൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അവന് പിന്നെയും പിന്നെയും വേണം. അവന് പ്രോട്ടീൻ മാത്രം മതി. അവന് ചോറ് കഴിക്കത്തില്ല, പക്ഷേ അവന് പ്രോട്ടീൻ കൂടുതൽ വേണം. അപ്പോൾ ഫുഡ് എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവൻ ഇവിടെ വന്നിരിക്കുന്നതെന്നും ആ ഫുഡിന് വേണ്ടിയാണ് അവൻ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു. അതേപോലെ നാരദൻ എന്ന പേരിട്ടത് ഞാനാണ്. അവൻ ഇവിടെ പറയുന്നത് മറ്റൊരാളുടെ അടുത്ത് പോയി പറയും, എന്നിട്ട് അവിടുന്ന് ന്യൂസ് പിടിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കും. അത് അനുമോൾ കേട്ടിട്ടുണ്ടെന്നും ആദിലോട് പറയുന്നത്. ആദില പലപ്പോഴും സബ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ അവിടെ നിന്ന് പറയുന്നതൊക്കെ എൻ്റെ അടുത്ത് കൊണ്ട് തരണേ എന്നുള്ള രീതിയിൽ സബ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത്. അവൻ ഇവിടെ ചെയ്യുന്നത് നാരദപ്പണിയാണെന്നാണ് അനുമോൾ പറയുന്നത്. അപ്പം അതേപോലെ അനുമോൾ പിന്നെ നൂറെ പറയുന്നുണ്ട്. നൂറ എപ്പോഴും ഒരു ക്യാപ്റ്റനായിട്ട് വന്നതിന് ശേഷം പ്രോപ്പറായിട്ട് അവളുടെ ക്യാപ്റ്റൻസിയിൽ അവൾ ചെയ്തില്ല, അല്ലെങ്കിൽ ഫെയറായിട്ട് മറ്റുള്ളവരോട് പെരുമാറിയില്ല എന്നുള്ള രീതിയിലാണ് നൂറെ പറയുന്നത്. അനുമോളെ കിച്ചണിൽ നിന്ന് മാറിയ സമയത്ത് പോലും അനുമോളോട് മാത്രമായിട്ട് വിളിച്ച് സംസാരിക്കാതെ എല്ലാവരും മുൻപിൽ വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ക്യാപ്റ്റൻ എന്ന നിലയിൽ വേദനിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതി പറയുന്നുണ്ട്. തിരിച്ച് പിന്നെ നമ്മുടെ ആദിലയാണ്. ആദില പറയുന്നത് നൂറയാണ്. അതാണ് അടുത്ത ഇത്. ആദിലയും നൂറയും തമ്മിൽ പരസ്പരം ഇവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ആദില പറയുന്നത് എനിക്ക് അറ്റൻഷൻ കിട്ടിയില്ല, നല്ല രീതിയിൽ പെരുമാറിയില്ല, ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആദില നമ്മുടെ നൂറെ നോമിനേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആദില നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സാബുമാനെയാണ്. അവന് ഫുഡിൻ്റെ കാര്യത്തിലുള്ള അവൻ്റെ ആക്രാന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നൂറയും വന്നിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ആദിലയും അതേപോലെ തന്നെ അനുവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം നൂറയും ആദില പരസ്പരം നോമിനേറ്റ് ചെയ്തു. അനുവിനെ നോമിനേറ്റ് ചെയ്ത് കിച്ചണിൽ മര്യാദയ്ക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതും ആദില ഭയങ്കര മടിച്ചായിരുന്നു, കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ്. പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നൂറയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം നോമിനേറ്റ് ചെയ്തു. അനുമോൾ ചെയ്തിരിക്കുന്നത് നൂറയാണ്. അതേപോലെ സാബുമാനെതിരെയും അനുമോൾ ആവശ്യത്തിലേറെ പറഞ്ഞിട്ടുണ്ട്.